നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛാ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഏട്ടന്റെ അസുഖം പൂർണ്ണമായിട്ടും മാറി. ഞങ്ങൾ അങ്ങോട്ടല്ലേ വരുന്നത്, അപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടോളൂ. ഓ എടാ, ഫോണിതാ, അച്ഛനോട് ഞാൻ സംസാരിക്കാം. ഹലോ അച്ഛാ, ഞങ്ങളങ്ങോട്ട് വരും ഇപ്പൊ തന്നെ. അച്ഛാ, ഇവനെന്തീ പറയുന്നേ? എനിക്കെന്തോ ഓർമ്മക്കുറവുണ്ടെന്ന്. എനിക്കൊരു പ്രോബ്ലം ഇല്ലല്ലോ അച്ഛാ. ശരിയടാ, എനിക്ക് സന്തോഷമായി. നീ വേഗം ഋഷിയുടെ കൂടെ ഇങ്ങോട്ട് വാ. എനിക്ക് നിന്നെ കാണാൻ ധൃതിയായി. ഞാനിപ്പോ വരാമേ. ഞാനിവിടെ എല്ലാവരോടും പറയട്ടെ. ശരി, ഓക്കെ, പോവാം. എന്താ എന്താ വിശേഷം? എന്താ ഇത്ര സന്തോഷം? നമ്മുടെ മോന്റെ അസുഖം ഭേദമായി. ആ, ഏട്ടൻ എന്താ പറയുന്നേ? ഇപ്പൊ ഋഷി എന്നെ വിളിച്ചു. കാറിൽ സിദ്ധും കൂടെ കയറിയെന്ന്. വഴിയിൽ വെച്ച് സിദ്ധു നോർമലായി. എന്റെ ഗുരുവായൂരപ്പ, അവിടുന്ന് എന്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ നേർന്ന നേർച്ചകളെല്ലാം ഉടനെ തന്നെ നിറവേറ്റിയേക്കാം എന്റെ കൃഷ്ണ. എന്റെ കുട്ടിയെ പഴയതുപോലെ നീ തിരിച്ചു തന്നല്ലോ. മഹേട്ടാ, ഋഷിയുടെ വിവാഹ നിശ്ചയത്തിന് വന്നപ്പോഴാണല്ലോ ഈ സന്തോഷ വാർത്ത കേട്ടത്. ഇത് ശുഭസൂചക. ഈ വിവാഹം നടന്ന നമുക്ക് ഈ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവും എന്നുള്ളതിന്റെ അർത്ഥമല്ലേ? അതുകൊണ്ട് ഇനി ഒന്നും നോക്കണ്ട. ഋഷി അഞ്ജിതയും തമ്മിലുള്ള വിവാഹം നമുക്ക് ഉറപ്പിക്കാം. പിന്നെന്താ, ഞാൻ മനസ്സിൽ കണ്ടതാ നീ എന്നോട് പറഞ്ഞത്. നിന്റെ അഭിപ്രായം പോലെ തന്നെ നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം. അതിനിടയ്ക്ക് നീ എന്നെ അറിയിക്കാതെ കല്യാണം ഫിക്സ് ചെയ്യാന്ന് കരുതിയില്ലേ? അല്ല ഏട്ടാ, ഞാൻ നീ ഒന്നും പറയൊന്നും വേണ്ട. ഞാനേ നരസിംഹമാണ്. നരസിംഹം. തൂണ് പിളർന്ന് ഞാൻ വരും. ഇല്ല ഇല്ല, ഞാൻ സമ്മതിക്കൊന്നുമില്ല. ഋഷി, ബൈക്ക് വേണടാ. ഏട്ടാ, എന്തെങ്കിലും പറ്റിയോ ഏട്ടാ? എനിക്ക് തലവേദനിക്കണു. ഋഷി, അമ്മ എവിടെയാ? അയ്യോ ചേട്ടാ, അമ്മയെ വിളിക്ക്. എനിക്ക് തലവേദനിക്കണു. എനിക്ക് അമ്മയുടെ അടുത്ത് പോകണം. അയ്യോ, ഏട്ടൻ വീണ്ടും പഴയപടി ആയല്ലോ. ഈ അവസ്ഥയിൽ ഏട്ടനെയും കൊണ്ടും ഗോപിയുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല. വേഗം മെഡിസിൻ കൊടുക്കണം. എനിക്ക് വീട്ടിൽ പോകണം ഋഷി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.